നമ്മുടെ അഭിഷേക് ശ്രീകുമാർ ഫിജോ ഇന്നലെ രണ്ടുപേരും കൊണ്ടാണ് ജയിലിൽ പോയത്. അവരെ സംബന്ധിച്ച് അണിമോന് പോയ ഒരു പ്രതീതിയായിരുന്നു. രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു, അങ്ങനെ ഇരുന്നു എന്നേ ഉള്ളൂ. ക്യാമറകൾ കുറച്ച് നേരം ചുറ്റിത്തിരിഞ്ഞു. അതിനുശേഷം എങ്ങോട്ടൊന്നുമില്ലാതെ പോയി എന്ന് തോന്നി. നമ്മളും അതുപോലെയാണ്. ലൈവ് കാണാനൊക്കെ ആർക്കൊരു ഇൻട്രസ്റ്റിലായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഒരു മറുവശം കൂടെ ചിന്തിച്ചു. ഇന്നലെ ഒരു പക്ഷേ ജിൻഡോയും ഗബ്രിയും കൂടാണ് ജയിലിൽ പോയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ് ഉണ്ടായേനെ. പ്രത്യേകിച്ച് അവർ രണ്ടുപേരും സ്നേഹമായിട്ട് പെരുമാറി അതും കണ്ടൻറ്റായി മാറിയേനെ. അവർ തന്നെ സ്പർദ്ധയായിട്ട് പെരുമാറി അതും കണ്ടൻറ്റായി മാറി. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ സമയത്ത് എന്തായിരുന്നല്ലേ, ജാസ്മിനും ജിൻഡോയും കൂടെ പോയി പൊളിക്കുകയായിരുന്നു. അതവിടെ കണ്ടൻറ്റിൻ്റെ പുറത്ത് കണ്ടൻറ്റായിരുന്നു. രാവിലെ എണ്ണിച്ചപ്പോഴേ കണ്ടൻറ്റ് കണ്ടുള്ള മേളമായിരുന്നു. ജാസ്മിൻ അത് ചെയ്ത് ശരിയാണോ, ജാസ്മിൻ ഇത് ചെയ്ത് ശരിയാണോ, ജിൻഡോ പുറത്ത് പോകുന്നു, ജാസ്മിൻ പുറത്ത് പോകുന്നു. അപ്പോൾ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് അത്യാവശ്യം വേണ്ട കണ്ടൻറ്റാണ്. ഇതൊന്നും ഇല്ലാതെ എല്ലാം മെഴുകിയായിരുന്നു ഇന്നലത്തെ അവസ്ഥ. നമ്മൾ മേക്കെയുള്ള മത്സരാർത്ഥികളൊക്കെ കാണുമ്പം എന്ത് നല്ലതാണ്, അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാം പൊതുവെ പറയുന്നുണ്ട് യാതൊരു ബഹളവും ഇല്ല, സ്വസ്ഥതയുണ്ട്. അവർ രണ്ടുപേരും കൂടെ പോയി അവിടെ ഇരിക്കുന്നു, തിരിച്ചു വരുന്നു, എന്താ ഷെഫ്, എന്ത് ശാന്തം. എടാ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവർ രണ്ടുപേരെയും കൂടെ പറഞ്ഞു ഇവരെ ഒരു 10-18 മത്സരാർത്ഥികൾ ഇങ്ങനെ ഉണ്ടുല്ലസിച്ച് ആഹാരമൊക്കെ കഴിച്ച് ബഹളമൊന്നും വെക്കാതെ അവിടെ ഇരിക്കാനാണെങ്കിൽ എന്താ ബിഗ് ബോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇതൊക്കെ കാണാൻ ആരെങ്കിലും കാണുമോ? ഇവരൊക്കെ യഥാർത്ഥ ഭാവം വരണം. പലരും ഉള്ളിലൊതുക്കിയാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിക്ക് അല്പമൊക്കെ ഡ്രാമയില്ലെങ്കിലുണ്ടല്ലോ ഇത് ഭയങ്കര ബോറായിരിക്കും. ഇത് മറ്റുള്ളവരും കൂടെ കണ്ടെങ്കിലേ ഇത് കണ്ടൻറ്റ് കയറത്തുള്ളൂ. ഇപ്പം ഇന്നലെ ലൈവിലൊക്കെ വളരെ ശോകമായ അവസ്ഥയിലായിരുന്നു. എന്തു പറയാൻ, ആരോട് പറയാനല്ലേ. ഇതിനിടയിൽ കുറച്ച് മാങ്ങ കൊണ്ട് കൊടുത്തു അച്ചാറിടാനാണ് ഇവരോട് പറഞ്ഞ ടാസ്ക്. അത് പലരും പറയുന്നത് കേട്ടോ, അവിടെ ഇരുന്ന വേറെ അയ്യോ എന്തു നല്ല ടാസ്ക്, ഉമ്മാർ പൊളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ അത് പക്ഷേ സ്വന്തമായിട്ട് കടുമാങ്ങ ഇടാൻ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ കൈവേദനിക്കും. ജാസ്മിനൊക്കെ ആയിരുന്നു എൻ്റെ കൈവേദനിക്കൂ, കാല് വേദനിക്കുന്നു, എന്നെ തൊടാൻ പോകുന്നു, എന്തൊക്കെ മേളമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവർ രണ്ടുപേരും കൂടെ ഫസ്റ്റതായിട്ട് ഇരുന്ന് അരിഞ്ഞു, പെയ്യെ ഇരുന്ന് ഞാൻ കൂടുതൽ അരിഞ്ഞു നീ കുറച്ചരിഞ്ഞു എന്നൊന്നും യാതൊരു ബഹളമില്ലായിരുന്നു. രണ്ടുപേരും കൂടെ പെയ്യെ ഇരുന്ന് അരിഞ്ഞു, കാര്യമൊക്കെ പറഞ്ഞു, അച്ചാറിട്ടു, വളരെ സുഖമായിട്ട് അവർ ജയിൽവാസം പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. അപ്പം ബിഗ് ബോസ് ഇതൊന്നും അല്ല ആഗ്രഹിച്ചത്. ഒരുപക്ഷെ പ്രേക്ഷകർ ഇതൊന്നും അല്ല ആഗ്രഹിച്ചത്. അല്പസ്വല്പം ഫൈറ്റും ഒരു ബഹളമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോഴേ ഒരു കഥ ഇങ്ങനെ പൊതുവെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊന്നും വലുതായിട്ടൊന്നും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ അതിനകത്ത് ഇച്ചിരി മസാലകളൊക്കെ ഉണ്ട്, ഒരു ഇടി അടി പാട്ട് കൂത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ചേരുവകൾ കറക്റ്റാവും. ഇന്നലത്തെ ബിഗ് ബോസിലെ ജയിൽവാസം ചേരുവകൾ കറക്റ്റായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത്? ഓക്കെ, എല്ലാവരും കമൻ്റായിട്ട് അറിയിക്കണേ.